പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 2 Chronicles ചാപ്റ്റർ 26 വേഴ്സ് 5 അതിൻ്റെ അവസാന ഭാഗം. അവൻ ദൈവത്തെ അന്വേഷിച്ചു, അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഇവിടെ നമ്മൾ ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 16 വയസ്സുള്ള ഉസ്യ രാജാവിൻ്റെ കുറിച്ചായിരുന്നു ഇവിടെ പറയുന്നത്. ഉസ്യ രാജാവ് ദൈവത്തെ അന്വേഷിച്ചു. യഹോവയെ അന്വേഷിച്ച കാലം മുഴുവൻ ദൈവം അവന് അഭിവൃദ്ധി നൽകി. നമ്മൾ ദൈവത്തെ അന്വേഷിക്കാറുണ്ടോ? ഇന്നീ പകൽവേളയിൽ കർത്താവിനെ അന്വേഷിച്ചിട്ടാണോ നമ്മുടെ ദിവസം തുടങ്ങുന്നത്? ദൈവത്തെ എങ്ങനെ നമ്മൾ അന്വേഷിക്കുന്നത്? പ്രാർത്ഥനയാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ ആരാധിക്കുമ്പോൾ, ദൈവത്തിനു വേണ്ടി സമയം മാറ്റിവെക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ദൈവത്തിനെ അന്വേഷിക്കുന്നത്. നമ്മൾ എത്ര നാൾ ദൈവത്തെ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ എത്ര നാൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കുമോ അത്ര നാൾ ദൈവം നമുക്ക് അഭിവൃദ്ധി തരുമെന്ന് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എല്ലാത്തിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മുടെ ജോലി മേഖലയിൽ ഇന്ന് രാവിലെ നമ്മൾ ജോലിക്ക് ഇറങ്ങുന്ന മുമ്പ് ദൈവത്തെ അന്വേഷിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാൽ ദൈവം നമ്മുടെ ജോലി മേഖലയിൽ അനുഗ്രഹം തരും. ഇന്ന് രാവിലെ നമ്മൾ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തെ അന്വേഷിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാൽ പഠിക്കാൻ ബുദ്ധി ശക്തിയും തരും. വാഹനം ഓടിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ ആദ്യം ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നാളും ലജ്ജ വരുത്തില്ലെന്നാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എന്നും സമൃദ്ധി ഉണ്ടാവും, എന്നും അനുഗ്രഹിക്കപ്പെടും, എന്നും ബലപ്പെടും. അവൻ അഭിവൃദ്ധി, അവൻ്റെ ജീവിതത്തിൽ എന്നും അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹി വിൽ പ്രോസ്പർ. അവൻ്റെ ഏത് കാര്യത്തിലും അവൻ അഭിവൃദ്ധി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇന്ന് നമുക്ക് ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കാമോ? കർത്താവേ, ഞാൻ യഹോവേ, ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. ഞാൻ അന്വേഷിക്കുന്ന കാലത്തോളം ദൈവമേ എനിക്ക് അങ്ങ് അഭിവൃദ്ധി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ.